നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ എല്ലാ വീഡിയോയുടെയും ആദ്യം പറയുന്ന പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ ഓരോ വീഡിയോയുടെയും ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യം പറയുന്നത്. കാരണം ഒരു കള്ളക്കേസിൽ കുരുങ്ങി, അതും പ്രത്യേകിച്ച് രാജ്യദ്രോഹ സംഘടന നിരോധനം നേരിട്ട ഈ പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരന്മാർ ചാർത്തിക്കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ കുരുങ്ങി നമ്മുടെ ഒരു സംഘ സഹോദരൻ ജയിലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ആ ചെറുപ്പക്കാരന് ഞാനൊരു വാക്കുകൂടി കൊടുത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനും ഈ ഒരു കാര്യം പറയുന്നത്. ആ പയ്യന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ തന്നെ ഇതിന്റെ ഒരു ഗൂഗിൾ പേ നമ്പറുകളും പിന്നെ അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റാവുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിന്റെ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് മുതിർന്ന സംഘകാര്യകർത്താക്കന്മാരുമായി സംസാരിച്ചതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. കാരണം ആ ഒരു ചെറുപ്പക്കാരനെ അങ്ങനെ അങ്ങോട്ട് കള്ളക്കേസിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോ വീഡിയോയിലും ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കഴിയുന്ന രീതിയിൽ ആ യുവാവിനെ സഹായിക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഉപയോഗിക്കുക. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീനാരായണ ധർമ്മപ്രചരണ സമ്മേളനങ്ങൾ, അതിൻ്റെ 11ാം ദിവസം എന്നുള്ള നിലയിലാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ആദ്യമായി ഈ മഹത്തരമായിട്ടുള്ള ഈ വേദി എന്നെ ക്ഷണിച്ച യൂണിയൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന യൂണിയൻ പ്രസിഡന്റ് ശ്രീ സുശീലൻ അവർകൾ, യൂണിയന്റെ കരുത്തനായിട്ടുള്ള സെക്രട്ടറി, 5 പതിറ്റാണ്ട് കാലമായി ഈ യൂണിയനെ വളരെ സമർത്ഥമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സോമരാജൻ അവർകൾ, വേദിയിലുള്ള പന്തളം യൂണിയന്റെ പ്രസിഡന്റും BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സിനിൽ മുണ്ടപ്പള്ളി, വേദിയിലുള്ള ചവറ യൂണിയന്റെ സെക്രട്ടറി ശ്രീ കാരയിൽ അനീഷ്, യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ശോഭനൻ അവർകൾ, കായംകുളം യൂണിയന്റെ സെക്രട്ടറി ശ്രീ പ്രദീപ് ലാൽ, SN സെൻട്രൽ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു സത്യദാസ്, SN കോളേജ് ആൻഡ് ഓപ്പൺ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി സിനി റാണി, SNTTIയുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി KS സ്മിത, RSMITCയുടെ പ്രിൻസിപ്പൽ ശ്രീ PS ശ്രീകുമാർ, ഇന്നത്തെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർമാരായിട്ടുള്ള 396-ാം ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ദിലീപ്, യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ ലീലാകൃഷ്ണൻ, അതോടൊപ്പം ഇവിടെ വേദിയിലും സദസ്സിലും ഇതിൻ്റെ സംഘാടകരായിട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള 6 ശാഖകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും 6 ശാഖകളുടെ ചുമതലക്കാരാണ് ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ധർമ്മപ്രചരണ സദസ്സിൻ്റെ സംഘാടകരായിട്ട് ഓരോ ദിവസവും എത്തുന്നത്. അവരുടെ എല്ലാവരുടെയും പേരുകൾ ഞാൻ വായിക്കുന്നില്ല. അങ്ങനെയുള്ള മുഴുവൻ സുഹൃത്തുക്കൾ, ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാർ, ഗുരുഭക്തർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വാസ്തവത്തിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലമായി കരുനാഗപ്പള്ളി യൂണിയൻ ശ്രീനാരായണ ധർമ്മ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമം
മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടന്ന പരിശ്രമങ്ങളുടെ ആദ്യ പരിശ്രമം ഒരുപക്ഷെ കരുനാഗപ്പള്ളി യൂണിയൻ്റെതായിരിക്കും എന്നുള്ളതായിരിക്കും അതിൻ്റെ വാസ്തവം. കാരണം ശിവഗിരി തീർത്ഥാടനത്തിന്റെ നവതി നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആഘോഷിച്ചത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനത്തിന് മുൻപ് തന്നെ ആരംഭം കുറിച്ചിട്ടുള്ള ഒരു ശ്രീനാരായണ ധർമ്മ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ വേദിയിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇന്ന് ഇവിടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗുരുദേവൻ വിഭാവനം ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഗുരുഭക്തരായിട്ടുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് പിന്നോക്ക സമുദായങ്ങളിൽപ്പെടുന്ന ജനങ്ങൾ വിവിധ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അവരുടെ വീക്ഷണം, ആ വീക്ഷണം, അതിനെക്കുറിച്ചിട്ടുള്ള സമാനമായിട്ടുള്ള ധാരണ, ഈ ധാരണ ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, ആ വീക്ഷണം എല്ലാ ജനങ്ങളിലേക്കും എത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അങ്ങനെ ആരംഭിച്ചിട്ടുള്ള ഈ ധർമ്മപ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ഈ പരിശ്രമം SNDP യോഗം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ഇന്നിവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ സോമരാജൻ അവർ സൂചിപ്പിച്ചു, SNDP യോഗത്തിന് നേതൃത്വം നൽകുന്ന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ അദ്ദേഹം നൽകിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സംഭാവനകളെ കുറിച്ച് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ മഹാനായിട്ടുള്ള ശ്രീ ആർ ശങ്കറിന് ശേഷം കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ചും സനാതന ധർമ്മവിശ്വാസികൾക്ക് പൊതുവായി ഏറ്റവും തലയുയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയുന്ന, അഭിമാനത്തോടുകൂടി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള SNDP യൂണിയന്റെ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വം, ആ നേതൃത്വമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നിരവധി വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി, ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള പുരോഗതി, ആ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെയുള്ള മറ്റ് നിരവധി പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളൊക്കെ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ സംഭാവന, ആ സംഭാവന ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട സംഭാവനകളാണ് എന്ന് പറയാൻ എനിക്കൊരു സംശയവുമില്ല. ഇന്നിവിടുത്തെ വിഷയത്തിലേക്ക് ഞാൻ വന്നാൽ, ഇന്നത്തെ ഈ വിഷയം, കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ ശ്രീനാരായണ ഗുരുവും സനാതന ധർമ്മവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് രാവിലെ എറണാകുളത്തായിരുന്നു. ഈ പരിപാടി നിശ്ചയിച്ചതിന് ശേഷം, ഈ പരിപാടിക്ക് വരാമെന്ന് ഏറ്റതിന് ശേഷം വന്ന ഒരു പാർട്ടി യോഗമായിരുന്നു. പക്ഷെ ഇന്ന് ഈ വിഷയം 4-5 പേര് സംസാരിച്ചിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപക്ഷെ എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ വിഷയം സംസാരിക്കാൻ ഒരാളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്.
അപ്പോ വന്നില്ലെങ്കിൽ അത് വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ള വലിയ ഒരു കുറ്റമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ യോഗം ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തി. അത് ഞാൻ വിശ്വസിക്കുന്നത് ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ കാരണമാണ് അവിടെ നിന്ന് ഇവിടെ എത്താനും കൃത്യസമയത്ത് ഇവിടെ എത്താനും ഏറെ സമയം അവിടെ ചെലവഴിക്കാനും സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഞാൻ ഈ വിഷയം കഴിഞ്ഞ വർഷം നമ്മുടെ ചേർത്തലയിൽ ജനറൽ സെക്രട്ടറിയുടെ പൊതുപ്രവർത്തനത്തിന്റെ അദ്ദേഹത്തിന്റെ SNDP യോഗത്തിന്റെ നേതൃത്വത്തിന്റെ 50 വർഷത്തിന്റെ ഭാഗമായിട്ടുള്ള 25 വർഷത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള 25 വർഷത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ ഗുരുദേവന്റെ സനാതന ധർമ്മവുമായിട്ട് ഗുരുദേവനുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോ അത് തീരെ അതിനോട് യോജിക്കാതിരുന്ന ഒരാള് അതിനുശേഷം സംസാരിച്ച നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് എനിക്ക് ആ കാര്യത്തിൽ വിശദീകരണം നൽകാനുള്ള ഒരു അവസരമില്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ അതോടെ അവസാനിച്ചു. കാരണം ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഗുരുദേവൻ സന്യാസിയായിരുന്നു, സന്യാസ ജീവിതം സ്വീകരിച്ച ആളായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ഗുരുദേവൻ മതേതര സന്യാസിയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ചില ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഗുരുദേവൻ ഭൗതികവാദിയായിട്ടുള്ള സന്യാസിയായിരുന്നു എന്ന് വേണമെങ്കിൽ അവർ പറയായിരിക്കും. ഗുരുദേവൻ നാസ്തികനായിട്ടുള്ള സന്യാസിയായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളാരും ഗുരുദേവനെ നേരിട്ട് കണ്ടവരല്ല. പക്ഷേ ഗുരുദേവന്റെ കൃതികൾ, ഗുരുദേവന്റെ വാക്കുകൾ, ഗുരുദേവന്റെ തത്വശാസ്ത്രം, ആ തത്വശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഏതൊരാളും ഗുരുദേവൻ എന്ത് വീക്ഷണമാണ് പുലർത്തിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംശയരഹിതമായിട്ട് ഒരൊറ്റ ഉത്തരത്തിലേ എത്താൻ പറ്റുള്ളൂ. അതിന് ആ ഉത്തരത്തിൽ എത്തുന്നില്ലെങ്കിൽ അതിനർത്ഥം അന്ധൻ ആനയെ കണ്ടതുപോലെയാണ്. ആ ഉത്തരം എത്താൻ കഴിയാത്ത ആളുകൾ ഇവിടെ ഈ മണ്ണിൽ, ഓച്ചിറയുടെ പരബ്രഹ്മത്തിന്റെ മണ്ണിൽ, ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ വിഗ്രഹമില്ലാത്ത ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ഒരുപക്ഷെ അപൂർവം ആയിട്ടുള്ള അത്തരത്തിലുള്ള സങ്കേതങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുണ്ടാവുള്ളൂ. ഈ മണ്ണിൽ 1910 ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ ഈ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ആശയങ്ങളോട് ഗുരുദേവൻ പ്രതിപത്തി പ്രകടിപ്പിച്ചു. ആ ആശയാദർശങ്ങൾ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്ന, എല്ലാ ജാതി വിഭാഗങ്ങൾക്കും പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ പരബ്രഹ്മ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ഓച്ചിറയിലെ പുണ്യസങ്കേതം. അത് വാസ്തവത്തിൽ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ പ്രതിബിംബമായിട്ടാണ് ഗുരുദേവൻ കണ്ടത്. കാരണം സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സനാതന ധർമ്മത്തിന്റെ മഹത്തായിട്ടുള്ള വശങ്ങൾ, ആ വശങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ, ലോകത്തിന്റെ മുന്നിൽ അതിന്റെ വസ്തുതകൾ വ്യാഖ്യാനിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ പറഞ്ഞത് പല മതസാരവും ഏകം എന്ന് പറഞ്ഞത് അത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഉപനിഷത്തിലെ വചനം
ഉപനിഷത്ത് ഉദ്ധരിക്കുകയാണെങ്കിൽ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറഞ്ഞതിനെയാണ് ഗുരുദേവൻ പല മതസാരവുമേകം, പല മതങ്ങൾ, പല വീക്ഷണങ്ങൾ, പല മതം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മതം അത് ആരാധനയുടെ അടിസ്ഥാനത്തിലുള്ള മതമാണ്. മതം എന്നുള്ള വാക്കിന്റെ വാസ്തവത്തിലുള്ള അർത്ഥം വീക്ഷണം എന്നുള്ളതാണ്, അഭിപ്രായം എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ അന്തസത്ത ഒന്നു തന്നെയാണ്. ഇതാണ് ഉപനിഷത്ത് പറഞ്ഞ ഏകം സത് വിപ്ര ബഹുധാ വദന്തി. അതായത് സത്യം ഒന്നാണ്, പണ്ഡിതന്മാർ പല രൂപത്തിൽ അതിനെ കാണുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നിരിക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ വശത്തിരിക്കുന്ന ആളുകള് അവരെന്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പറയും. അവിടെ ഇരിക്കുന്ന ആളുകള് എന്നെ കുറിച്ച് പറയുമ്പോൾ പറയും ഇദ്ദേഹം എൻ്റെ വലതുവശത്താണ്. രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും കാണുന്ന, നമ്മൾ ഓരോരുത്തരുടെയും ബുദ്ധിശക്തിയിൽ നമ്മൾ വിലയിരുത്തുന്ന രീതികൾ, ആ രീതികളിലാണ് വ്യത്യസ്തമായിട്ടുള്ള കോണുകളിലൂടെ ഒരേ സത്യത്തെ വ്യാഖ്യാനിക്കാൻ, ഒരേ സത്യത്തെ വിശദീകരിക്കാൻ അങ്ങനെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പരിശ്രമിച്ചു. അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ ആ അഭിപ്രായങ്ങൾ ഒരേ സത്യത്തെക്കുറിച്ചാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഗുരുദേവൻ സൂചിപ്പിച്ച പല മതസാരവുമേകം എന്നുള്ള വചനത്തിന്റെ, എന്നുള്ള വാക്യത്തിന്റെ പൊരുൾ. മാത്രമല്ല ഗുരുദേവൻ പറഞ്ഞു, ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര, നൽകുകയുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഗുരുദേവൻ ഈ പറഞ്ഞത് സനാതന ധർമ്മത്തിന്റെ ഏത് ആശയത്തിൽ നിന്ന്, സനാതന ധർമ്മവുമായിട്ട് ഏത് തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുള്ള ബൃഹദാരണ്യോപനിഷത്തിലെ വരികളുണ്ട്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ, സർവ ജീവജാലങ്ങളും സുഖമായിട്ടിരിക്കട്ടെ, സർവർക്കും സുഖം ഭവിക്കട്ടെ എന്ന് പറഞ്ഞതിനെയാണ്, ആ പറഞ്ഞത് തന്നെയാണ് ഗുരുദേവൻ അത് വായിച്ചിട്ട് ഇത് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഗുരുദേവൻ, കാരണം മഹത്തുക്കളായിട്ടുള്ള സന്യാസി വര്യന്മാർ, ഋഷിമാർ, ആ ഋഷിമാരുടെ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ അവരുടെ ചിന്തയിൽ നിന്ന് വരുന്നത്, അത് ശങ്കരാചാര്യരാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും സ്വാമി വിവേകാനന്ദൻ ആണെങ്കിലും അവരുടെയൊക്കെ ചിന്തയിൽ നിന്ന് അത് ഉടലെടുക്കുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ടാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന ലോകം മാത്രമാണ്. മഹത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഈ മുഴുവൻ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സർവ ജീവജാലങ്ങളെയും അതിനെയെല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവ് ആ ഋഷിമാർക്കുള്ളത് കൊണ്ടാണ് ഋഷിമാര് തപസ് ചെയ്ത് ആ തപസ്സിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള, അവർക്ക് ലഭിച്ചിട്ടുള്ള എന്ന് ഞാൻ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ആ അറിവ്, ആ ചിന്തകൾ പുസ്തകം വായിച്ചിട്ടുണ്ടാക്കുന്നതല്ല, മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാക്കുന്നതല്ല. പകരം പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ, പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ ചലനങ്ങളെയും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നത് കൊണ്ടാണ് ഋഷിമാരായിട്ടുള്ള നമ്മുടെ ഋഷിമാരെ കുറിച്ച്, നമ്മുടെ പൂർവികരായിട്ടുള്ള, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഋഷിമാര് തപസ് ചെയ്തു എന്ന് പറയുന്നത്. തപസ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത്, ഇന്നത്തെ കാലത്ത് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നതാണ് ഒരർത്ഥത്തിൽ അന്നത്തെ തപസ്. മനനമാണ് തപസ്. സ്വന്തം മനസ്സിനകത്ത് സ്വന്തം ബുദ്ധിയെയും മനസ്സിനെയും അത് ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ചുറ്റും കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കണ്ണടച്ച് സ്വന്തം മനസ്സിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന ഋഷിമാർ, അവർക്ക് അവരുടെ സ്വന്തം മനസ്സിനകത്ത്
പ്രപഞ്ചത്തിന്റെ ഒരു പ്രതിഫലനം അവരുടെ തന്നെ ശരീരത്തിന്റെ ഭാഗമായിട്ട്, അവരുടെ മനസ്സിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് പ്രപഞ്ചം എന്താണ് എന്നുള്ളത് മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിക്കാതെ, മറ്റാരോടെങ്കിലും അറിയാതെ അവർക്ക് നേരിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി വ്യാഖ്യാനിച്ചു തരാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നും വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈശ്വരന്റെ ചൈതന്യം, ഈശ്വര ശക്തി, ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഹിരണ്യകശിപു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ തൂണിലുണ്ടോ? ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനാണ് എന്നിലുള്ളതെങ്കിൽ, ആ ഈശ്വരനിലാണ് നിങ്ങളിലുള്ളതെങ്കിൽ, ഞാനും നിങ്ങളും ഒരേ ശക്തിയുടെ അംശങ്ങളാണ്. ആ ഒരേ ശക്തിയുടെ അംശങ്ങളാണെങ്കിൽ നമ്മുടെ കഴിവ് പരിമിതമായിട്ടുള്ള കഴിവായതുകൊണ്ട് ആ മുഴുവൻ ശക്തി എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മുടെ ഋഷിമാർക്ക് ആ ശക്തി എന്താണ് എന്നുള്ളതിൻ്റെ പാരമ്യത്തിൽ അവരെത്തിയത് കൊണ്ട് അവർക്ക് എന്താണ് പ്രപഞ്ചം, എന്താണ് ലോകമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്താണ് പ്രപഞ്ചം, ആ പ്രപഞ്ചം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ, മറ്റുള്ളവർക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ മുന്നിൽ അത് വ്യാഖ്യാനിക്കാനും സാധിച്ചത്. അദ്വൈത ദീപിക ഗുരുദേവന്റെ കൃതിയാണ്. ആ കൃതിയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളും ഗുരുദേവൻ വേദാന്തിയല്ല എന്ന് വാദിക്കാൻ കഴിയില്ല. ശിവഭഗവാനെ കുറിച്ച്, ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ജ്ഞാനം, ആ ജ്ഞാനം ലഭിക്കാൻ ഗുരുദേവ കൃതികളെക്കാൾ കൂടുതൽ മഹത്തരമായിട്ടുള്ള, കൂടുതൽ അറിവ് ലഭിക്കുന്ന മറ്റൊരു കൃതിയും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവപഞ്ചാക്ഷരി മന്ത്രം ലഭിച്ച് അരുവിക്കരയിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ, അരുവിപ്പുറത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവൻ സനാതനി ആയിരുന്നോ എന്നുള്ള ചോദ്യം തന്നെ പരിഹാസ്യമാണ്. കാരണം അങ്ങനെയല്ലാത്ത അരുവിപ്പുറത്ത് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് പ്രതിഷ്ഠ നടത്തുന്ന മഹാഗുരു, ആ മഹാഗുരുവിനെ വ്യാഖ്യാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ എത്രമാത്രം അബദ്ധമാണ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഭക്തിയും ജ്ഞാനവും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന ശിവശതകം, ആ ശിവശതകവും അരുവിപ്പുറത്ത് വെച്ചാണ് ഗുരുദേവൻ രചിച്ചത്. ശിവശിവ നിൻ തിരുനാമം ഓർത്തു കണ്ടാൽ എവിടെയും ഒന്നും ഇതിന് തുല്യമില്ല എന്നാണ് ശിവശതകത്തിൽ ഗുരുദേവൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ശിവശതകത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യ മനസ്സിലെ സങ്കീർണമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഗുരു അവതരിപ്പിച്ചതിന്റെ ഭംഗി, അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവുക. മാത്രമല്ല, നമ്മൾ ഗുരുദേവന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവദശകത്തിലൂടെ കടന്നുപോയാൽ നമുക്കറിയാം ദൈവദശകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൃഷ്ടിയും സൃഷ്ടാവും ഇതെല്ലാം ഒന്നാണ്. മറ്റെല്ലാ ഈശ്വര വിശ്വാസങ്ങളിലും സൃഷ്ടി വേറെയാണ്, സൃഷ്ടാവ് വേറെയാണ്. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്ന് മറ്റൊരു ആരാധനാ സമ്പ്രദായവും പറയുന്നില്ല. അവിടെ എന്താ പറയുന്നത്? സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. സൃഷ്ടി സൃഷ്ടാവിന്റെ ഭാഗമാണ്. സൃഷ്ടാവും സൃഷ്ടിയും ഒരേ അംശത്തിന്റെ, ഒരേ ചൈതന്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് അവിടെ മതനിന്ദയാണ്. കാരണം ഞാൻ ഈശ്വരന് തുല്യനാണെന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ സനാതന സംസ്കാരത്തിൽ, സനാതന ധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെയാണ്. അതാണ് ഗുരുദേവൻ അടക്കം പറഞ്ഞിട്ടുള്ളത്. ആ സനാതന ധർമ്മം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ആ പ്രപഞ്ച ശക്തി, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആ ശക്തി, ആ ശക്തിയുടെ ആ ചൈതന്യമാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ജീവജാലങ്ങളിലും അജരങ്ങളായിട്ടുള്ള വസ്തുക്കളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നത്.
ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ പ്രപഞ്ച ശക്തിയാണ് എന്ന് പറയുന്നതിനെയാണ് സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ ഒരിക്കലും മതമെന്ന് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ മതമല്ല, അഭിപ്രായങ്ങളല്ല, ഈ ആരാധനയുടെ അടിസ്ഥാനത്തിലുള്ള മതങ്ങൾ. ഒരു മതത്തെയും നിന്ദിക്കാൻ ഗുരുദേവൻ ആരെയും ആഹ്വാനം ചെയ്തില്ല, ആരെയും പഠിപ്പിച്ചില്ല. ഈശ്വര നിന്ദ ഗുരുദേവൻ ഒരിക്കലും, ഈശ്വരൻ പല രൂപത്തിൽ, ഓരോ വ്യക്തിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാം. കൊടുങ്ങല്ലൂരിൽ പോകുന്ന ആൾക്കാർ ആരാധിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ മറ്റൊരു ഗുരുവായൂരിൽ പോകുമ്പോൾ ആരാധിക്കുന്നത്. അതുപോലെയുള്ള നിരവധി ഓരോ ക്ഷേത്രത്തിലും. അതുകൊണ്ടാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കാരണം നമുക്ക് നേരിട്ട് കാണാം കണ്ണാടിയിൽ നീ നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. കണ്ണാടിയെ ആരാധിക്കുക എന്നല്ല, ചില ആൾക്കാരൊക്കെ വ്യാഖ്യാനിക്കുന്നത് കണ്ണാടിയെ ആരാധിക്കുക എന്നാണ്. കണ്ണാടിയെ ആരാധിക്കുക എന്നല്ല. എന്താ കണ്ണാടി കാണിക്കുന്നത്? തന്നെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബാഹ്യരൂപത്തെയല്ല, ഈ ബാഹ്യരൂപത്തിനുള്ളിൽ ഉൾക്കൊള്ളുന്ന ചൈതന്യത്തെ, ആ ചൈതന്യമാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠയുടെ പിന്നിലുള്ള പൊരുൾ. ആ ചൈതന്യം, ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം തന്നിലും ഉണ്ടാകട്ടെ. തൻ്റെ ചൈതന്യവും വിഗ്രഹത്തിലെ ചൈതന്യവും ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങളല്ല. മറ്റു പല മതങ്ങളിലും അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഈശ്വരനെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ചോളം സനാതന ധർമ്മികൾക്ക് ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയമാണത്. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു ലക്ഷ്യം, ഒരു ഉദ്ദേശം അവിടെയുണ്ട്. ആ ചൈതന്യത്തെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ചൈതന്യം, ആ ചൈതന്യമാണ് അവിടെയുള്ളതും എന്നിലുള്ളതുമായിട്ടുള്ള ചൈതന്യം. അത് രണ്ടും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളുടെ ഒക്കെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ മതനിന്ദ ആഗ്രഹിച്ചില്ല, മതനിന്ദ പ്രചരിപ്പിച്ചില്ല, ഈശ്വര നിന്ദക്ക് ആഹ്വാനം ചെയ്തില്ല. ഗുരുദേവൻ ഒരു മതവും സ്ഥാപിച്ചില്ല. പകരം ഗുരുദേവൻ ജനിച്ചു വളർന്ന സനാതന പാരമ്പര്യം, ആ സനാതന പാരമ്പര്യത്തിന് ഇടക്കാലത്തുണ്ടായിട്ടുള്ള ജീർണതകൾ, ആ ജീർണതകൾ തിരുത്തിക്കൊണ്ട് സനാതന പാരമ്പര്യത്തിന്റെ അന്തസത്ത, ആ അന്തസത്ത വീണ്ടെടുക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. കാരണം മനുഷ്യൻ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം നമ്മളൊരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ജീർണമാകും, ആ വെള്ളം അഴുക്കാവും. അപ്പൊ ആ അഴുക്കായിട്ടുള്ള വെള്ളം, അതാണ് സനാതന പാരമ്പര്യത്തിന് സംഭവിച്ചത്. ദീർഘകാലം ആ സനാതന പാരമ്പര്യത്തിൽ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ പല കാരണങ്ങളാൽ ജീർണത സംഭവിച്ചപ്പോൾ സനാതന പാരമ്പര്യത്തിന്റെ അന്തസത്തക്ക് നിരക്കാത്ത വിധത്തിൽ എല്ലാവരും മാറിപ്പോ ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നവരും താഴ്ന്നവരുമായിട്ട് ഇതേ സനാതന പാരമ്പര്യത്തിൽപ്പെടുന്ന ആളുകളെ വിഭജിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഗുരുദേവൻ ആ ജീർണതയിൽ നിന്ന് അപഥസഞ്ചാരം നടത്തിയ തൻ്റെ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് തൻ്റെ ധർമ്മത്തിൽ നിന്ന് താൻ തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത്, താൻ അപഥസഞ്ചാരമാണ് നടത്തുന്നത്, താൻ നേരായ വഴിയിലേക്ക് വരണം, ആ ആഹ്വാനമാണ് ഗുരുദേവൻ നടത്തിയത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ശങ്കരന്റെ മതമാണ് തൻ്റേത് എന്ന് പറഞ്ഞത്. മാത്രമല്ല, ശ്രീശങ്കരൻ കാശ്മീരിൽ പ്രതിഷ്ഠിച്ച ശാരദാദേവി, ആ ശാരദാദേവി സരസ്വതി ദേവിയെ ശിവഗിരിയിൽ പ്രതിഷ്ഠ നടത്തി ശിവഗിരിയിൽ കൊണ്ടുവന്നതും ഗുരുദേവൻ ഈ വിശ്വാസങ്ങൾ, ഈ ആചാരങ്ങൾ, ഈ പാരമ്പര്യം രാജ്യത്തിന്റെ ഏത് ഭാഗത്താണ് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം തന്നെ
അതെല്ലാം ഉൾക്കൊള്ളുന്നത് ഒരേ കാര്യമാണ് എന്നുള്ള സന്ദേശം, ആ സന്ദേശമാണ് നൽകിയത്. വേദങ്ങളെയും ഉപനിഷത്തുകളെയും തന്നെ നെഞ്ചിലേറ്റിയ ശങ്കരാചാര്യർ, ആ ശങ്കരാചാര്യരുടെ അദ്വൈതം, ആ അദ്വൈതമാണ് ഗുരുദേവൻ അംഗീകരിച്ചത് എന്നുള്ളതിന് ആലുവയിലെ അദ്വൈത ആശ്രമത്തിന്റെ സ്ഥാപനം, ആ സ്ഥാപനം തന്നെ മതിയായിട്ടുള്ള തെളിവാണ്. കാരണം അല്ലെങ്കിൽ അവിടെ ഒരു അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപനത്തിന് ആവശ്യമില്ല. എന്തുകൊണ്ട് അദ്വൈതാശ്രമം? കാരണം ഇതെല്ലാം ഒരേ ശക്തിയാണ്, ഇത് തമ്മിൽ വേർതിരിക്കാനാവില്ല. പ്രപഞ്ചത്തിലെ ശക്തിയെ, മനുഷ്യരെ, മനുഷ്യനിലുള്ള ചൈതന്യത്തെ അതിനെ വേർതിരിക്കാനാവില്ല എന്നുള്ള ശരിയായ വിലയിരുത്തൽ, ആ വിലയിരുത്തലാണ് ഗുരുദേവൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഹിന്ദു എന്നുള്ള പേരിൽ വ്യാഖ്യാനിക്കുന്ന, ഹിന്ദു എന്ന് പറയുമ്പോൾ ആരാധനാ രീതികളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു എന്നുള്ള പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട, ഒരുപക്ഷെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ സനാതന ധർമ്മം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ഹിന്ദു മതത്തിലെ ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി കീർത്തനങ്ങൾ, 30-ലേറെ കീർത്തനങ്ങൾ, ആ കീർത്തനങ്ങളുടെ രചന നടത്തിയ മഹാഗുരുവാണ് ഗുരുദേവൻ. വിനായകാഷ്ടകം ഗുരുദേവൻ രചിച്ചിട്ടുള്ളതാണ്. വിനായകാഷ്ടകം രചിച്ചിട്ടുള്ള ഗുരുദേവന് സനാതന ധർമ്മവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഭൗതികവാദികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ആ ഭൗതികവാദികളുടെ ചിന്ത, അവരെങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ വ്യാഖ്യാനിച്ചു എന്നെനിക്കറിയില്ല. പക്ഷേ ഗുരുദേവന്റെ വത്സല ശിഷ്യനും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന മഹാകവി കുമാരനാശാൻ ഒരിക്കലും ഗുരുദേവനെ ഈ തരത്തിൽ ഒരു ഭൗതികവാദിയായിട്ടുള്ള സന്യാസിയാണ് എന്ന് ഗുരുദേവനെ കുറിച്ച് ഒരിക്കലും വ്യാഖ്യാനിച്ചിട്ടില്ല. ആ കാലത്ത് തീയ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ, ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്ന് വാദിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വാദമുണ്ടായിരുന്നു. പക്ഷേ കുമാരനാശാൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയത്, ഞാൻ വിവേകോദയത്തിലെ 1084 പകരത്തിലെ പതിപ്പ്, ആ പതിപ്പിൽ നിന്ന് ഗുരുദേവനെ, കുമാരനാശാനെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും തീയ സമുദായത്തിലെ അംഗങ്ങളാണ്. ആ സമുദായം ഹിന്ദു മതത്തിന്റെ ഭാഗവുമാണ്. വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാന്മാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ദുഃഖികൾക്കും ഒരുപോലെ ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കത്തക്കവണ്ണം സർവതോന്മുഖമായ വ്യാപ്തിയും മാഹാത്മ്യവും ഉള്ള മതം ഹിന്ദു മതത്തെ പോലെ മറ്റൊന്നില്ലെന്നത് അറിഞ്ഞവരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വാദമുയർത്തിക്കൊണ്ടാണ് മതപരിവർത്തനം നടത്തി, ഹിന്ദുമതത്തിൽ ജീർണതകളുണ്ട്, ഹിന്ദുമതത്തിൽ തൊട്ടുകൂടായ്മയുണ്ട്, ഹിന്ദുമതത്തിൽ അനാചാരങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ബുദ്ധമതത്തിലേക്ക് ചേരാം എന്ന് പറഞ്ഞ വാദത്തെ കുമാരനാശാൻ ഖണ്ഡിച്ചത്. കുമാരനാശാൻ ഖണ്ഡിക്കുന്നത് കുമാരനാശാനേക്കാൾ കൂടുതൽ ഗുരുദേവന്റെ ഹൃദയം അറിയുന്ന ആളാണ് എന്ന് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഭൗതികവാദികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോ ഗുരുദേവനെ വ്യാഖ്യാനിക്കുന്ന ഭൗതികവാദികളുടെ വ്യാഖ്യാനമാണോ ശരി, അതോ ഗുരുദേവന്റെ ഏറ്റവും വത്സല ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന കുമാരനാശാന്റെ ആണോ ഗുരുദേവനെ കൂടുതൽ മനസ്സിലാക്കിയത്, കൂടുതൽ അറിഞ്ഞത് എന്നുള്ളതിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സനാതന ധർമ്മത്തിന് ജീർണതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ മാറുമറക്കാൻ അവകാശമില്ലാത്ത ജനവിഭാഗങ്ങളുണ്ടായിരുന്നു, ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലാത്ത ജനങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഇത്രയടി എന്ന് വെച്ചിട്ട് ഉയർന്നവരായിട്ട് കണക്കാക്കപ്പെടുന്നവരിൽ നിന്ന് ഇത്രയടി മാറിയിട്ടത് പോയിക്കൊള്ളണം എന്ന് കൽപ്പിക്കപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടം
സനാതനധർമ്മത്തിന്റെ ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. കാരണം സനാതനധർമ്മത്തിലും ജീർണതകൾ സംഭവിച്ചു. കാരണം കെട്ടിക്കിടക്കുന്ന ജലത്തിൽ ആ ജലം അഴുക്കാവുന്നത് പോലെ സനാതനധർമ്മത്തിലും ജീർണതകൾ സംഭവിച്ചു. പക്ഷെ ആ ജീർണതകൾ നീക്കാൻ സനാതനധർമ്മത്തിന്റെ അന്തസത്ത തിരിച്ചറിഞ്ഞ മഹാഋഷികളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള കേരളത്തിൽ ജനിച്ചിട്ടുള്ള ജന്മം കൊണ്ട ഗുരുദേവനെ പോലെയുള്ള ആളുകൾ അവർ പരിശ്രമിച്ചത് സനാതനധർമ്മത്തിന്റെ അന്തസത്ത നിലനിർത്തിക്കൊണ്ട് ഈ ജീർണത എങ്ങനെ അകറ്റാം, ഇരുളിനെ എങ്ങനെ അകറ്റാം, അന്ധകാരത്തെ എങ്ങനെ അകറ്റാം, അനാചാരങ്ങളെ എങ്ങനെ അകറ്റാം, ആ പരിശ്രമമാണ് ഗുരുദേവൻ നടത്തിയത്. അത് ഇന്നും സനാതനധർമ്മത്തിലെ സമ്പൂർണമായും എന്താണോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിന്തകൾ, അന്തസത്ത, ആ അന്തസത്തയ്ക്ക് നിലക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ധാരാളം ഇപ്പോഴും അതിൻ്റെ അപഭ്രംശങ്ങൾ ഇപ്പോഴും ഉണ്ടാവും. ജാതി ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ജാതി ചിന്ത ഉണ്ടാകുന്നത് തന്നെ സനാതനധർമ്മത്തിന് വിരുദ്ധമാണ്. ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതി ചിന്ത. ഇടക്കാലത്ത് പറഞ്ഞിരുന്നു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി. പക്ഷെ ഇന്ന് ആ പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജാതി, അതുകൊണ്ട് ജാതി ശരിയായിരുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഒരു രീതിയുടെയും അടിസ്ഥാനത്തിലുള്ള ജാതി, കാരണം ഒരാളുടെ മകൻ അതേ ജാതിയിൽപ്പെടുന്ന ആളായിട്ട് കണക്കാക്കപ്പെടുന്ന ഇന്നത്തെ ജാതി സമ്പ്രദായം ഉൾപ്പെടെ, ആ ജാതി സമ്പ്രദായം സനാതനധർമ്മത്തിന്റെ അന്തസത്തക്ക് നിലക്കുന്നല്ല. കാരണം എന്നിലും നിന്നിലും ഉൾക്കൊള്ളുന്നത് ഒരേ പ്രപഞ്ച ശക്തിയാണെങ്കിൽ, ഞാനും നീയും ആ പ്രപഞ്ചത്തിന്റെ ആ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണെങ്കിൽ ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല, ഞാനും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ല, ഞാനും പ്രപഞ്ച ശക്തിയും തമ്മിൽ വ്യത്യാസമില്ല. ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോ തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല, വേർതിരിവില്ല, വർണ്ണവ്യത്യാസങ്ങളില്ല, വർണ്ണഭേദങ്ങളില്ല, ജാതിഭേദങ്ങളില്ല, ലിംഗഭേദങ്ങളില്ല, ഇതൊന്നുമില്ല. ഇത് ജാതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് സ്ത്രീയെ ഉപഭോഗ വസ്തുവായിട്ട് കണക്കാക്കുന്ന ഈ ലിംഗപരമായിട്ടുള്ള ഭേദം, ആ ഭേദം ഉൾപ്പെടെ സനാതനധർമ്മം വാസ്തവത്തിൽ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. കാരണം മുന്നിലിരിക്കുന്ന സഹോദരി, അത് അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ആരാണെങ്കിലും, അവരിലും ഉൾക്കൊള്ളുന്നത് എന്നിൽ ഉൾക്കൊള്ളുന്ന അതേ പ്രപഞ്ച ശക്തിയുടെ അംശമാണെങ്കിൽ ഞാൻ അവരെ തുല്യമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. എന്നേക്കാൾ ഒട്ടും കുറവല്ല അവർ എന്നുള്ള വീക്ഷണത്തോടു കൂടിയാണ് ഞാൻ അവരെ കാണേണ്ടത്. അപ്പൊ ആ വീക്ഷണം ഉണ്ടാകാത്തത് കൊണ്ടാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഉപഭോഗ വസ്തുവാണ്, എൻ്റെ സുഖത്തിന് വേണ്ടിയുള്ളതാണ്, എൻ്റെ സുഖത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ധാരണ വരുന്നത് തന്നെ ഈ സനാതനധർമ്മത്തിന്റെ അന്തസത്ത അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതാണ് എന്നൊക്കെയുള്ള പലതും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് സനാതനധർമ്മമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മത്തിന്റെ അന്തസത്ത എന്താണ് എന്ന് തിരിച്ചറിയാത്തവരാണ്. അത് ഇപ്പോഴും സനാതനധർമ്മത്തിന്റെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അന്ധവിശ്വാസമാണ് സനാതനധർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ദൈവദശകം എഴുതിയ ഗുരുദേവൻ നാസ്തികനായിരുന്നു എന്ന് ആർക്ക് പറയാൻ പറ്റും? എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ജീവിതം, എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ജീവിതമല്ല, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇത് നൽകാമെന്നാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവർക്കും വീട് തരാം, എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാം, എല്ലാവർക്കും ജോലി തരാം. ആര് തരും? ഇതെല്ലാം തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങളെ രക്ഷിക്കുന്ന നീ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ഗുരുദേവൻ പറയുന്നത് അന്നത്തെ കാലത്തുള്ള സർക്കാരിനോടല്ലല്ലോ, അന്നത്തെ കാലത്തെ രാജാവിനോടുമല്ല,
ആ രാജാവിന്റെ ഉൾപ്പെടെ അപ്പുറത്തുള്ള പ്രപഞ്ചശക്തിയോടാണ് പറയുന്നത്. ആ പ്രപഞ്ചശക്തിയെ തമ്പുരാൻ എന്ന് വിളിക്കുമ്പോ അത് നാസ്തികനായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള ഒരു ഗുരുദേവനായിരുന്നുവെങ്കിൽ ഗുരുദേവൻ തമ്പുരാൻ എന്ന് വിളിക്കേണ്ട, മഹാരാജാവെ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന്. ഇതൊക്കെ തന്ന് രക്ഷിക്കുന്ന രാജാവേ, നീ തന്നെ ഞങ്ങൾക്ക് വലിയ ആള് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് ജനാധിപത്യ സംവിധാനം ഇല്ല. അതുകൊണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലമാണ്, നാടുവാഴികളുടെ കാലമായിരുന്നു. ആ നാടുവാഴികളല്ല ഞങ്ങൾക്ക് തരുന്നത്. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ഓരോ അരിയിലും അത് കഴിക്കാൻ അർഹനായിട്ടുള്ള ആളുടെ പേര് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദാനേ ദാനേ മേ ലിഖാ ഹൈ ഖാനേ വാലോं കാ നാം. ഓരോ അരിമണിയിലും അത് കഴിക്കാൻ വിധിക്കപ്പെട്ട ആൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഒരു പിടി ഊണ് തന്നു കഴിഞ്ഞാൽ ആ തരുന്നവനല്ല അത് തരുന്നത്, തരുന്നവൻ കേവലം നിമിത്തമാണ്. തരുന്നത് ആരാ? തരുന്നത് സർവത്തിന്റെയും ദാതാവായിട്ടുള്ള ആ പ്രപഞ്ചശക്തിയാണ്. ആ പ്രപഞ്ചശക്തി എന്ത് പേര് വിളിക്കണം എന്നുള്ളതിൽ നമുക്ക് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ലായിരുന്നു. ചില ആൾക്കാർ പറയും മഹാവിഷ്ണു എന്ന് വിളിക്കണം, ചില ആൾക്കാർ പറയും പരമേശ്വരൻ എന്ന് വിളിക്കണം, ചില ആൾക്കാർ പറയും മഹാദേവി എന്ന് വിളിക്കണം, എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. പക്ഷെ അത് പ്രപഞ്ചശക്തിയാണ്, ആ പ്രപഞ്ചത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്ന ശക്തിയാണ്. ഈ ഒരു ഉദാത്തമായിട്ടുള്ള ചിന്ത അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ പോകുന്നവൻ മാത്രമാണ് ശരി, ഇങ്ങനെ പോകുന്നവരൊന്നും ശരിയല്ല, ഇങ്ങനെ പോകാത്തവരൊന്നും ശരിയല്ല നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെയാണോ പോകാൻ ഇഷ്ടം, നിങ്ങൾ അങ്ങനെ പോയിക്കോളൂ. നിങ്ങൾക്ക് ഇങ്ങനെയാണോ പോകാൻ ഇഷ്ടം, അങ്ങനെ പോയിക്കോളൂ. ഇത്രയും സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, ജനാധിപത്യത്തിൽ പലതരത്തിലുള്ള വീക്ഷണങ്ങൾ വെച്ച് പുലർത്താനുള്ള അവകാശം പോലെ ആരാധനയിൽ പല വിധത്തിലുള്ള വീക്ഷണങ്ങൾ വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആരാധനയിലെ ജനാധിപത്യം, ആ ജനാധിപത്യമാണ് സനാതന ധർമ്മത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെയേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് സംതൃപ്തി നൽകുന്ന രീതിയിൽ, അവർക്ക് സംതൃപ്തി നൽകുന്ന ഈശ്വരന്റെ രൂപത്തെ, ഈശ്വരൻ ഈ രൂപത്തിലാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈശ്വരനെ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ആ ഈശ്വരനെ കാണുന്നു, ഈശ്വരനെ ആ രൂപത്തിൽ പോയിട്ട് ആരാധിക്കുന്നു. നമ്മളെല്ലാവരുടെയും വീടുകളിൽ പടങ്ങളുണ്ട്, പൂജാമുറി. ആ പൂജാമുറിയിൽ വെക്കുന്ന പടം, ആ പടം എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് ഈശ്വരനെ ഇങ്ങനെ ആരാധിക്കാനാണ് ഇഷ്ടം. ഇതൊന്നും ഇല്ലെങ്കിൽ ആരാധിക്കാൻ എന്താ വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമമില്ല. പക്ഷേ എൻ്റെ ബുദ്ധിശക്തിയും എൻ്റെ കഴിവും ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു വസ്തു വേണം ആരാധിക്കാൻ. ആ വസ്തുവാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമ, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിത്രം, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻ്റെ പൂജാമുറിയിലെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, എനിക്ക് പൂജാമുറിയിൽ ചെന്ന് ആ ചിത്രത്തിന്റെ മുന്നിൽ ആരാധിക്കുമ്പോൾ എനിക്ക് മനഃശാന്തി കിട്ടും. ചിത്രമില്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ നമുക്ക് കഴിവില്ല. നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് നമുക്കൊരു പൂജാമുറി വേണം. ഈ ഒരു ഇത്രയും വിശാലമായിട്ടുള്ള ചിന്തയും സങ്കല്പവും, ആ സങ്കല്പം ഉൾക്കൊള്ളുമ്പോഴും ഗുരുദേവൻ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് ഗുരുദേവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ വിവിധ സ്തോത്രങ്ങൾ, കൃതികൾ രചിച്ചത്. കാരണം അത് നമുക്ക് വേണ്ടിയാ, ഗുരുദേവന് വേണ്ടിയിട്ടല്ല. ഗുരുദേവന് ഈ വിനായകാഷ്ടകം ഇല്ലെങ്കിലും ഗുരുദേവന് പ്രപഞ്ചത്തിലെ ശക്തിയെക്കുറിച്ചുള്ള ധാരണയുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വിവിധ കൃതികളിൽ വിവിധ ദേവതാമാരെ ആരാധിക്കുന്ന കൃതികൾ ഉണ്ടാക്കി. ആ പറഞ്ഞ കൃതികളിൽ ഒന്നിലും ഞാൻ ഇതുവരെ ഹിന്ദു എന്ന് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന, സനാതന ധർമ്മം എന്ന് ഇന്ന് നമ്മൾ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ പറയുന്ന, ആ അർത്ഥത്തിൽ പറയുന്ന വിവിധ ദേവീദേവതമാരല്ലാത്ത ഏതെങ്കിലും ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കൃതി ഗുരുദേവൻ രചിച്ചതായിട്ട് ഞാനിതുവരെ വായിച്ചിട്ടില്ല. വിനായകാഷ്ടകമാണെങ്കിലും, ഷൺമുഖ സ്തോത്രമാണെങ്കിലും, സുബ്രഹ്മണ്യ കീർത്തനമാണെങ്കിലും, ശിവശതകവും ശ്രീവാസുദേവാഷ്ടകവും മണ്ണന്തല ദേവീസ്തവവും, ഇതെല്ലാം ഗുരുദേവന്റെ കൃതികളാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ശിവശിവ നിൻ തിരുനാമം ഓർത്തു കണ്ടാൽ എവിടെയും ഒന്നൊന്നും ഇതിന് തുല്യമില്ല എന്ന് ഭഗവാൻ പരമേശ്വരനെ കുറിച്ച്, പരമശിവനോടുള്ള ഭക്തിയുടെ പാരമ്യത്തിൽ പാടിയ ഗുരുദേവൻ, ആ ഗുരുദേവൻ
ഹിന്ദു സന്യാസിയല്ല, ഗുരുദേവൻ സനാതന ധർമ്മ വിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ ആ പറയുന്ന ആളുകളുടെ ലക്ഷ്യം വാസ്തവത്തിൽ ഗുരുദേവനെ ഹിന്ദു വിരോധിയായി ചിത്രീകരിച്ചുകൊണ്ട് ഏത് ആശയത്തിന് വേണ്ടിയാണോ, ഏത് ധർമ്മത്തിന്റെ അന്തസത്ത പ്രചരിപ്പിക്കാനാണോ ഗുരുദേവൻ ശ്രമിച്ചത്, ആ സനാതന ധർമ്മത്തിനെ തന്നെ അതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് സനാതന പാരമ്പര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ജനാധിപത്യത്തിന്റെ മഹത്തായിട്ടുള്ള പാരമ്പര്യം, സഹിഷ്ണുതയുടെയും സമഭാവനയുടെയും. വാസ്തവത്തിൽ സഹിഷ്ണുത എന്ന് പറയുന്നത് പോലും തെറ്റാണ്. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അതാണ് സഹിഷ്ണുത. ഞാൻ പൂജിക്കുന്ന ഈശ്വരനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നാണ്, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം. ഞാൻ നിന്നെ കൊല്ലില്ല, അത്രേ ഉള്ളൂ, പക്ഷെ ഞാൻ നിന്നോട് യോജിക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ? ഏകം സത് വിപ്ര ബഹുധാവതി. നീ ഒരു പണ്ഡിതനാണെങ്കിൽ നീ എങ്ങനെ കാണാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നീ കണ്ടോളൂ. അത് സഹിഷ്ണുതക്കപ്പുറത്തിട്ടുള്ള സർവധർമ്മ സമഭാവനയാണ്. എല്ലാ ധർമ്മങ്ങളെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ആ തലം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഓരോ പാർട്ടിയും പറയും എന്താ, എന്റെ പാർട്ടിയാണ് ഏറ്റവും ശരിയായിട്ടുള്ള പാർട്ടി. ഏതെങ്കിലും പാർട്ടി പറയോ നമ്മളെല്ലാ പാർട്ടികളും ഒരേപോലെ ശരിയാണ്? അതേപോലെ ആരാധനയുടെ കാര്യത്തിൽ പറഞ്ഞാൽ എല്ലാ ഈശ്വര വിശ്വാസങ്ങളും ഒരേപോലെ ശരിയാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു ധർമ്മം മാത്രമേ ഉള്ളൂ, അത് സനാതന ധർമ്മമാണ്. അതുകൊണ്ടാണ് സനാതന ധർമ്മം പറഞ്ഞത് സർവധർമ്മ സമഭാവം, എല്ലാ ധർമ്മങ്ങളെയും തുല്യമായിട്ട് കാണാനുള്ള മനോഭാവം. കാരണം നീയും പണ്ഡിതനാണ്, ഞാനും പണ്ഡിതനാണ്. എൻ്റെ വീക്ഷണത്തിൽ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, നിന്റെ വീക്ഷണത്തിൽ നീ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ സന്തോഷം. അതിൻ്റെ പേരിൽ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കുരിശ് യുദ്ധങ്ങളില്ലാതിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ജിഹാദുകളും കുരിശ് യുദ്ധങ്ങളും നടന്നതുപോലെ നമ്മുടെ രാജ്യത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റുമുട്ടലുകളും ഹിംസയും, ആ ഹിംസ നമ്മുടെ നാട്ടിലുണ്ടായില്ല. അതുകൊണ്ട് വിവിധ മതങ്ങളിൽപ്പെടുന്ന ആളുകളെ നമ്മൾ സ്വീകരിച്ചു. അതിഥി ദേവോ ഭവ എന്ന് ഏത് മതക്കാരനാണെങ്കിലും ഏത് നിറക്കാരനായാലും അവരെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരാൻ അനുവദിച്ചു. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി ഹിന്ദു ദേവദേവൻ, അവിടെ കച്ചവടത്തിന് വന്ന ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്ഥലം, അതൊന്ന് പണിയാൻ അനുവാദം തരണം. ഞാൻ ചോദിക്കട്ടെ, ഒരു മതത്തെ മാത്രം ആരാധിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇന്ന് അത്തരത്തിലുള്ള ഒരു ആരാധനാലയം ആ മതത്തിൽപ്പെടുന്നവരല്ലാത്തവർക്ക് ആരാധിക്കണം എന്ന് പറഞ്ഞു പോയാൽ അനുവാദം കിട്ടാറുണ്ടോ? പക്ഷെ നമ്മുടെ നാട്ടിൽ അന്ന് അനുവാദം കൊടുക്കും. നീ ഞങ്ങളുടെ മതത്തിലേക്ക് ചേരണം എന്ന് അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്നതാണ് ശരി, നീ ഈ രാജ്യത്താണ് വന്ന് ജീവിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ രീതി അനുസരിച്ച് പോകണം എന്ന് പറഞ്ഞില്ല. പകരം നിന്റെ ഈശ്വരൻ അങ്ങനെയാണ്, നീ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശരി, നമുക്ക് പണിത് കൊടുക്കാം എന്നാണ് അന്നത്തെ അവിടുത്തെ പെരുമാൾ പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവര് കച്ചവടത്തിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ദൈവത്തെ ആരാധിക്കാൻ ഇവർക്കൊരു സ്ഥലമില്ല, അത് നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഒരു സാധനം ഇവർക്ക് പണിത് കൊടുക്കാം. വാസ്തവത്തിൽ ഈ രാജ്യത്തെ ആദ്യത്തെ പള്ളി പണിത് കൊടുത്തത് ഇസ്ലാം സമുദായക്കാരല്ല, ആ കാലത്തെ സനാതന ധർമ്മികളാണ് പണിത് കൊടുത്തത്. ഇതിനേക്കാൾ മഹത്തരമായിട്ടുള്ള സമഭാവനയുടെ സന്ദേശം, അങ്ങനെയുള്ള സമഭാവനയുടെ സന്ദേശം, ആ സന്ദേശം ലോകത്തെവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആരെയും മതപരിവർത്തനം നടത്തി ഹിന്ദുവാക്കാൻ, സനാതന ധർമ്മിയാക്കാൻ നമ്മുടെ മതത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, അന്നത്തെ രാജാക്കന്മാർ ആരും നടത്തിയില്ല. മാത്രമല്ല, നമ്മൾ പറഞ്ഞത് സത്യം വദ ധർമ്മം ചര. അതാണ് നമ്മുടെ ഉപനിഷത്തുകൾ വിദ്യാഭ്യാസം നേടി പുറത്തു വരുന്ന
എന്താ ഇന്നത്തെ കോൺവൊക്കേഷൻ എന്ന് പറയുന്ന ബിരുദദാന ചടങ്ങിലെ ഉപദേശമായിട്ട് നൽകിയത്. സത്യം വദ ധർമ്മം ചര, ധർമ്മത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോവുക, സത്യം മാത്രം പറയുക. ഈ സന്ദേശം ഇന്ന മതം എന്നുള്ള വാചകമേ പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സന്ദേശം, ആ സന്ദേശം ആണ് നൽകിയത്. രാമരാജ്യ സങ്കല്പം എന്നുള്ളത് വാസ്തവത്തിൽ രാമരാജ്യം എന്ന് പറഞ്ഞാൽ അയോധ്യയിലെ രാജ്യഭരണത്തിന്റെ അടിത്തറ, ആ അടിത്തറ ധർമ്മമായിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാവിന് പോലും സ്വന്തം ഇഷ്ടപ്രകാരം ഭരിക്കാനാവില്ല. രാജാവിനെ നിയന്ത്രിക്കുന്ന ഒരു ധർമ്മം. അന്നത്തെ കാലത്തെ ഈ രാജാക്കന്മാർ അവരുടെ രാജഭരണം ഏറ്റെടുക്കുന്ന ചടങ്ങ്, ആ രാജഭരണം ഏറ്റെടുക്കുന്ന ചടങ്ങിനെ കുറിച്ച് പറയുന്നത്, രാജാക്കന്മാർ സിംഹാസനത്തിലിരുന്ന് കിരീടധാരണം നടത്തിക്കഴിഞ്ഞാൽ ഞാനാണ് സർവസ്വവും എന്ന് രാജാക്കന്മാർ പ്രഖ്യാപിക്കുമായിരുന്നു എന്നാണ്. ഞാനാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക്. അപ്പോ ആ കാലത്തെ മതപുരോഹിതന്മാർ ധർമ്മദണ്ഡുകൊണ്ട് രാജാവിന്റെ തലയിൽ തട്ടി ആ ധർമ്മദണ്ഡ് കൊണ്ട് പറയുമായിരുന്നു, അടിച്ചുകൊണ്ട് പറയുമായിരുന്നു ആണ് പറയുന്നത്, നീയല്ല, നിന്നേക്കാൾ വലുത് ധർമ്മമാണ്. ധർമ്മദണ്ഡാണ് ഏറ്റവും അന്തിമമായിട്ടുള്ളത്. രാജാവിന് കടമകളുണ്ട്. രാജാവ് പ്രജകളുടെ സുഖം, പ്രജകളുടെ ക്ഷേമം, ആ ക്ഷേമം നിലനിർത്താനുള്ള ധർമ്മമാണ് രാജാവിൻ്റെത്. നമ്മൾ ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് പലതരത്തിലാണ്. ഇപ്പോ നമ്മൾ വീടുകളിൽ, പണ്ടത്തെ കാലത്ത്, ഇപ്പോ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നില്ല. പണ്ട് വീടുകളിൽ ധർമ്മത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു. അമ്മ ധർമ്മം തരണേ എന്നാണ് പറയുന്നത്. അമ്മ പിച്ച തരണേ എന്നല്ല ആരും പറയുന്നത്. അമ്മ ധർമ്മം തരണേ എന്നാണ് പറയുന്നത്. എന്താ ധർമ്മം തരുന്നത്? അമ്മയുടെ ധർമ്മം പാലിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അമ്മയോട്. എനിക്ക് തരുന്നത് ഞാൻ യാചിച്ചു വരികയല്ല, എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തരണം എന്നല്ല, നിങ്ങളുടെ ധർമ്മം പാലിക്കണം. എന്താ ധർമ്മം? ഗൃഹസ്ഥന്റെ ധർമ്മമാണ് മറ്റെല്ലാ ആശ്രമങ്ങളെയും സംരക്ഷിക്കുക. ബ്രഹ്മചര്യത്തെ സംരക്ഷിക്കേണ്ടത് ഗൃഹസ്ഥനാണ്, സന്യാസിയെ സംരക്ഷിക്കേണ്ടത് ഗൃഹസ്ഥനാണ്, വാനപ്രസ്ഥിയെ സംരക്ഷിക്കേണ്ടത് വാനപ്രസ്ഥി സ്വയം നിരങ്ങ് പോവും. പക്ഷെ ബാക്കി എല്ലാ ആശ്രമങ്ങളെയും അതെല്ലാം നിലനിർത്തുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള അമ്മയോട് അമ്മ ധർമ്മം തരണേ എന്ന് പറയുന്നതിന്റെ അർത്ഥം കടമ നിർവഹിക്കുക എന്നുള്ളതാണ്. ആ കടമകളാണ് നീ പാലിക്കേണ്ടത് എന്നാണ് മഹാരാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിൽ. ആ കിരീടധാരണ ചടങ്ങിൽ എല്ലാം ഞാനാണ് എന്ന് പറഞ്ഞ രാജാക്കന്മാരുടെ തലയിൽ ധർമ്മദണ്ഡ് കൊണ്ട് തട്ടി, നിന്നേക്കാൾ വലിയ ധർമ്മം, ആ ധർമ്മമാണ് ആത്യന്തികം. ഇന്ന് നമ്മൾ ഭരണഘടനയാണ് ഏറ്റവും വലുത്. ഇന്നത്തെ ദിവസം ആ ദിവസം കൂടിയാണ്. ഇന്ന് ഭരണഘടനയുടെ നിർമ്മാണത്തിന്റെ 75 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. 1949 നവംബർ 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്.